ഇനി നമുക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ട് പഞ്ചസാര ഉപയോഗിക്കാതെ എണ്ണയിൽ വറുക്കാതെ നമുക്കൊരു ലഡു തയ്യാറാക്കാം. ആദ്യം നമുക്കൊരു കുക്കർ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിടാം. ഇന്നത്തെ ലഡുവിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ കീൻവയാണ്. കഴുകി 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് ഡ്രെയിൻ ചെയ്ത് 1 കപ്പ് കീൻവ എടുക്കാം. ഇനി കീൻവ നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ റാഗി, തിന, ചാമ പോലത്തെ ഏതെങ്കിലും ചെറുധാന്യങ്ങൾ നമുക്ക് എടുക്കാം. കുക്കറിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ക്യാരറ്റ് ബ്ലെൻഡ് ചെയ്തെടുത്ത ആ ഒരു ജ്യൂസാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഏകദേശം 1.5 കപ്പോളം നമ്മൾ ഈ ഒരു ജ്യൂസ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഒരു ഫ്ലേവറിനും സ്മെല്ലിനും വേണ്ടിയിട്ട് നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി ആഡ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒരു വിസിൽ അടിക്കാം. ഗ്യാസ് കംപ്ലീറ്റ് റിലീസ് ആയതിനു ശേഷം നമ്മൾ ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ കീൻവ കുക്കായിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സിന്റെ പേസ്റ്റ് ആഡ് ചെയ്യാം. മധുരത്തിന് ആവശ്യമായ അളവിൽ നമുക്ക് ഡേറ്റ്സ് എടുക്കാം. ഞാനിവിടെ ഒരു 8 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് വാം വാട്ടറിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തത്. ഡേറ്റ്സിന്റെ മധുരമൊക്കെ പിടിക്കുന്നതിനായിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മധുരമൊക്കെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അളവിലുള്ള നട്ട്സും സീഡ്സും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ പംകിൻ സീഡ്സും ആൽമണ്ട്സും അതേപോലെ ഉണക്കമുന്തിരി, വെളുത്ത എള്ള്, ഫ്ലാക്സ് സീഡിന്റെ പൗഡറും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. മധുരമൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇളം ചൂടിൽ നമ്മളിത് ലഡുവിന്റെ പരുവത്തിൽ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമുക്ക് ഹെൽത്തി, ടേസ്റ്റി ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ലഡു വീട്ടിൽ തന്നെ തയ്യാറാക്കാം.